ഈ സമ്മേളനത്തിൽ പറയുന്നതായ മുഴുവനായ മന്ത്രി വാസവൻ സോഷ്യലിസ്റ്റ് ഏറ്റവും പറയുന്ന സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ CPM-ന്റെ ജില്ലാ സെക്രട്ടറി AV റസൽ പറയുന്നതായ VB ബിനു വേദിയിലും വേദിക്ക് മുമ്പിലുമുള്ള ബഹുമാനായ ഘടകകക്ഷി നേതാക്കന്മാരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിട്ടുണ്ട് വേദിയിലേക്ക് കടന്നു കോട്ടയം പാർലമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി തോമസ് ചാഴികാടന്റെ കഴിഞ്ഞ 5 വർഷത്തെ MP എന്നുള്ള വികസന പ്രവർത്തനങ്ങളുടെ അദ്ദേഹത്തിന്റെ അതിൻ്റെ ഒരു രേഖയാണ് ഇവിടെ നമ്മൾ പ്രകാശനം ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളത്തില് MP ഫണ്ട് വിനിയോഗത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന തോമസ് ചാഴികാടൻ നമ്മുടെ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ കോട്ടയം അതിന്റെ പരിസരം ഉൾപ്പെടെയുള്ള ഏറ്റുമാനൂർ മുളപ്പുറ അനുസരിച്ച് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ 925 കോടി രൂപ വികസനം റെയിൽവേക്ക് വേണ്ടി എത്തിച്ച നമ്മുടെ സിറ്റിംഗ് MP തോമസ് ചാഴികാടൻ അതുപോലെ എല്ലാ രംഗത്തും വികസന രംഗത്തും കാർഷിക പ്രശ്നങ്ങളും ജനകീയ വിഷയങ്ങളും മുഴുവൻ വളരെ കൃത്യമായി പാർലമെന്റിലും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും നിവേദനം നൽകി അത് പ്രാവർത്തികമാക്കിയ പ്രകടനായ സിറ്റിംഗ് MP-യാണ് തോമസ് ചാഴികാടൻ. അദ്ദേഹത്തിന്റെ വികസന രേഖയാണ് ഇവിടെ പ്രകാശിക്കാനുള്ളത്. ഈ സമ്മേളനം അധ്യക്ഷ വഹിക്കുന്ന പ്രകടനായ പാർട്ടി ചെയർമാൻ ജോസഫ് കെ മാണി MP-യെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം. ഈ വികസന രേഖ പ്രകാശനം ചെയ്യുന്നത് കോട്ടയത്തിന്റെ മന്ത്രി ബഹുമാനായ മന്ത്രി VL വാസവനുള്ളതാണ്. ഈ ജില്ലയുടെ ആകെ വികസന കാര്യത്തിൽ ഏറ്റവും കൃത്യമായി സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മന്ത്രി VL വാസവൻ ഈ സമ്മേളനത്തിൽ സ്വാഗതിച്ചു. നമ്മുടെ മന്ത്രി റോഷി അശ്വണിയുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇടുക്കി ജനപ്രതിനിധിയാണെങ്കിലും കോട്ടയത്തെ ഏറ്റവും പ്രഗത്ഭനായ നേതാവാണ്. കോട്ടയക്കാരനാണ്, പാലക്കാരനാണ്, രാമപുരംകാരനാണ്, ചക്കാമ്പുറക്കാരനാണ്. ഏറ്റവും പ്രധാനായ റോഷി അശ്വണി ഞാൻ യോഗത്തിലേക്ക് സ്വാഗതിച്ചു. നമ്മുടെ ഭയങ്കരയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AV ബിന്ദുവിനുണ്ട്. ഏറ്റവും ഭയങ്കരയായ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി AV റസൽ പോലെയുള്ള അദ്ദേഹത്തെ ഞാൻ സമ്മേളനത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ വികസന ഏറ്റുവാങ്ങുന്ന CPM ജില്ലാ സെക്രട്ടറി VB ബിനുവിനെ ഞാൻ ഈ സമ്മേളനത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രിയങ്കര ബഹുമാനും ജനങ്ങൾക്കിടയിൽ ഏറ്റവും ആവേശമായിരിക്കുന്ന പ്രിയങ്കരനായ കോട്ടയത്തിന്റെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ MP-യെ ഞാൻ ഈ സമ്മേളനത്തിൽ ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ നേതാക്കന്മാരെയും എല്ലാവരെയും സംഘർഷം ഈ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കും. നമുക്ക് ഈ പ്രകാശന യഥാർത്ഥത്തിൽ സമർപ്പിക്കുന്നത് ഇവിടെ എത്തിയിരിക്കുന്ന ദൃശ്യ ശ്രാവ്യ പത്ര മേഖലകളാണ്. നിങ്ങളെല്ലാവരെയും ഈ ഓരോരുത്തരെയും പ്രത്യേകമായി ഈ പ്രകാശന പ്രവർത്തനത്തിലേക്ക് സ്വാഗതം ചെയ്യും. അധ്യക്ഷൻ ബാബു. ഏറ്റവും ബഹുമാനിയായ മന്ത്രിമാർ, നേതാക്കൾ, തോമസ് ചാഴികാടൻ, ബഹുമാനായ ഏറ്റവും സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചടങ്ങിലാണ് നമ്മളെല്ലാവരും സ്ഥാനാർത്ഥിയായ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയായ ശ്രീ തോമസ് ചാഴികാടന്റെ കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു രേഖയാണ് ഇവിടെ സമർപ്പിക്കുവാൻ പോകുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, വികസന കാര്യങ്ങളിലും അതുപോലെ തന്നെ MP-യിലാണ് MP-മാരുടെ പാർലമെന്റ് അംഗത്തിന്റെ പ്രാദേശിക വികസന ഫണ്ട് അത് വിനിയോഗിക്കുന്ന കാര്യത്തിലും
വിനിയോഗിക്കുക മാത്രമല്ല ഏറ്റവും ഫലപ്രദമായി ഏറ്റവും വേണ്ടപ്പെട്ട മേഖലയെ തിരഞ്ഞെടുത്ത് അത് പൂർത്തീകരിച്ച് മുന്നിക്കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് സാധ്യമായതുകൊണ്ട് തന്നെയാണ് കേരള സംസ്ഥാനത്ത് ഈ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും ഒന്നാമതായിട്ട് കോട്ടയം ലോക്സഭാ മണ്ഡലം നിൽക്കുന്നത്. അത് കൃത്യമായി അതിൻ്റെ വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ നമ്മൾ സമർപ്പിക്കുകയുണ്ടായി. ഈ രേഖയിൽ അതെല്ലാം നമ്മൾ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ ഏതാണ്ട് 10 വർഷക്കാലവും ലോക്സഭാ പാർലമെന്റ് അംഗങ്ങളൊക്കെ ഞാൻ ഇവിടെ പ്രതിദാനം ചെയ്തിരുന്നു. ആ വികസന പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ അതിൻ്റെ ഒരു തുടർച്ച മുന്നോട്ടുണ്ട്. അതുകൂടാതെ തന്നെ വളരെ വിപ്ലവകരമായ ഈ രേഖയിലൊക്കെ എടുത്തു പറയുന്ന വളരെ വിപ്ലവകരമായ പദ്ധതികൾ, ഏറ്റവും കൂടുതൽ ഈവൻ സാധാരണക്കാർക്ക് പോലും പ്രയോജനകരമായ പദ്ധതികൾ. ഇപ്പോൾ കേന്ദ്രത്തിന്റെ തന്നെ ഇപ്പോൾ നമ്മൾ ഭിന്നശേഷിക്കാർക്കുള്ള അതിൻ്റെയുള്ള ഫെസിലിറ്റീസ്, അതിനുള്ള എയ്ഡ്സ് കൊടുക്കുവാനുള്ള സംവിധാനം, അത് വാസ്തവത്തിൽ അദ്ദേഹം അതിൻ്റെ കമ്മിറ്റി ആയപ്പോൾ പലപ്പോഴും അത് പ്രോപ്പറായിട്ട് ജനങ്ങൾക്ക് കൊണ്ട് എത്തിക്കുവാൻ കഴിയാതെ നിന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മുഴുവൻ ആളുകൾക്കും കൊണ്ട് എത്തിക്കാൻ കഴിയാതെ. പക്ഷെ അത് കേന്ദ്രത്തിൽ അദ്ദേഹം ഇടപെട്ട് അത് പൂർണ്ണമായും അത് 100% വൈകല്യമുള്ള ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് കൊണ്ട് എത്തിക്കുവാൻ അത് 1, 2, 3 ആഴ്ച കൊണ്ടല്ല, മാസങ്ങളും വർഷങ്ങളും അതിൻ്റെ പിന്നിൽ നിന്നാണ് ആ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ കഴിഞ്ഞത്. കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ വന്ന് അവർ തന്നെ സംസാരിക്കുകയുണ്ടായി. അതൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ആ തരത്തിലും ഇന്ന് പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള വികസന പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചരിതാർത്ഥ്യമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഒരു പക്ഷേ ഇന്ത്യ രാജ്യത്ത് തന്നെ, കേരള സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യമേ തന്നെ ആ സ്ഥാനാർത്ഥിയുടെ പേരുകൾ മുന്നോട്ട് വന്നു. ഇപ്പോൾ അതിവേഗം തന്നെ സ്ഥാനാർത്ഥിയുടെ ആ പ്രവർത്തനവുമായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വികസന രേഖ ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. തീർച്ചയായും ഇവിടെ മാധ്യമപ്രവർത്തകരും അതുപോലെ നേതാക്കന്മാരുമുണ്ട്. മാധ്യമപ്രവർത്തകരാണല്ലോ ഇത് താഴെത്തട്ടിൽ ജനങ്ങളിൽ കൊണ്ട് എത്തിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും ബഹുമാനായ മന്ത്രി VN വാസൻ അവരെ ഈ രേഖ പ്രകാശനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ ജോസ് കെ മാണി MP അവറുകൾ, വേദിയിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ബഹുമാന്യരായ നേതാക്കന്മാരെ, സദസ്സിലെ ബഹുമാന്യരെ, മാധ്യമ സുഹൃത്തുക്കളെ, അത്യന്തം അഭിമാനകരവും അതിലേറെ ആഹ്ലാദകരവുമായൊരു ചടങ്ങാണ്. നമ്മൾ 2019 നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഒരു MP തിരഞ്ഞെടുത്ത് പാർലമെൻറ്റിലേക്ക് അയച്ചു. സ്വാഭാവികമായി 5 വർഷം കഴിഞ്ഞ് വീണ്ടും മത്സരരംഗത്ത് വരുമ്പോൾ ജനങ്ങളുടെ ഒരു ചോദ്യമുണ്ട്, ഈ 5 വർഷക്കാലം നിങ്ങൾ എന്ത് ചെയ്തു? അതിൽ ഇന്ത്യയിൽ ഒരു MPക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയുന്നത് ശ്രീ തോമസ് ചാഴികാടനാണ് എന്ന അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും. എന്തു ചെയ്തു? ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്ന ഒരു പ്രചരണമല്ല. ഏതാണ്ട് 7-8 മാസങ്ങൾക്കപ്പുറത്ത് കോട്ടയത്ത് KPS മേനോൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് തോമസ് ചാഴികാടനെ സ്ഥാനാർത്ഥിയായി നിർണയിക്കുന്നതിന് മുമ്പ് പാർലമെൻറ്റ് അംഗങ്ങളുടെ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച അസസ്മെൻറ്റ് റിപ്പോർട്ട് പുറത്തു വന്ന സന്ദർഭത്തിൽ തന്നെ കോട്ടയത്തെ ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകർ മാത്രമല്ല, മറ്റ് പ്രത്യയശാസ്ത്രപരമായി വ്യത്യസ്ത മേഖലകളിൽ നിൽക്കുന്നവർ പോലും യോജിച്ച് MP എന്ന രൂപത്തിൽ അദ്ദേഹത്തിനൊരു പൗരസ്വീകരണം ഒരുക്കുകയുണ്ടായി. ആ പൗരസ്വീകരണം ഞാൻ പങ്കെടുത്തിരുന്നതാണ്. ആ പൗരസ്വീകരണം കോട്ടയം ജില്ലയുടെ ഒരു പരിച്ഛേദമായിരുന്നു. ഇത്രത്തോളം ഒരു ജനപ്രതിനിധി എന്ന രൂപത്തിൽ കൃത്യതയോടുകൂടി ഫണ്ട് വിനിയോഗം നടത്തിയതിൻ്റെ ഉള്ളടക്കങ്ങൾ കാലാവധി തീരുന്നതിന് മുമ്പ് വിശദീകരിക്കാൻ കഴിഞ്ഞൊരു അനുഭവം മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. അത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഈ ജില്ലയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലെ MPമാരിൽ A+ കൊടുക്കാൻ കഴിയുന്ന ഏക MP ശ്രീ തോമസ് ചാഴികാടനാണ് എന്ന കാര്യം അത് മറ്റാർക്കും അവകാശമില്ല. 100% വിനിയോഗിച്ചിരിക്കുന്നു ഫണ്ട്. അത് കൃത്യതയോടുകൂടി അദ്ദേഹത്തിൻ്റെ കണക്ക് സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു, ആർക്കും നോക്കാവുന്നതാണ്. ആരുടെയും മുമ്പിൽ അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ളൊരു പ്രചരണോപാധിയായിട്ടല്ല അന്ന് നമ്മൾ കണ്ടത്. അദ്ദേഹം ചെയ്ത പ്രവർത്തനത്തിൻ്റെ അംഗീകാരം നമ്മളെല്ലാം ചേർന്ന് കൊടുത്തതായിരുന്നു ആ സ്വീകരണം. അതുകൊണ്ട് തന്നെ മാതൃകാപരമായൊരു പ്രവർത്തനം. അദ്ദേഹത്തിന് ഇതിലെല്ലാം കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനുമായിട്ടൂടെ ഇനി ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം മുമ്പ് ചാർട്ടേഡ് അക്കൗണ്ടായിരുന്നു. ഏത് കണക്ക് ഓഡിറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിലും കൃത്യമായി ബില്ലും വൗച്ചറും തീരുമാനവും ഇല്ലെങ്കിൽ അവർ ചെയ്തു കൊടുക്കില്ല. ആ ചെയ്തു വന്ന അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ്റെ ഒരു ഭാഗം കൂടിയായി ഈ ഫണ്ട് വിനിയോഗിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായതിൻ്റെ തീരുമാനം, അതിൻ്റെ ബില്ല്, വൗച്ചർ, ഡോക്യുമെൻറ്റുകളെല്ലാം അദ്ദേഹം കൃത്യമായി സമാഹരിച്ചിരുന്നു. അത് ആ അർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ആ പോലെ തന്നെ പാർലമെൻ്ററി ജനാധിപത്യ വേദികളിൽ ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം ജനകീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക, അതിനും നല്ല രൂപത്തിലുള്ള നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പാർലമെൻറ്റിൽ റബ്ബർ കൃഷിക്കാരുടെ പ്രശ്നങ്ങളും കോട്ടയത്തിൻ്റെ പ്രശ്നങ്ങൾ, വിശേഷിച്ച് നമുക്കിവിടെ ഒരു പാസ്പോർട്ട് ഓഫീസ് ഇല്ലാതാക്കിയപ്പോൾ ആ പാസ്പോർട്ട് ഓഫീസ് യഥാർത്ഥത്തിൽ വീണ്ടെടുക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ തമ്മിൽ സംസാരിച്ചെങ്കിലും അതിന് കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തി പോരാടിയത് പാർലമെൻറ്റിനകത്തും പുറത്തും ശ്രീ തോമസ് ചാഴികാടനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി അത് സ്ഥാപിച്ചു എന്നുള്ള അഭിമാനകരമായ നേട്ടവും നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേയുടെ നമ്മുടെ മുമ്പിൽ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ദൃശ്യമാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ പാത ഇരട്ടിപ്പിക്കലും ആ പാളത്തിന് പുതിയ പശ്ചാത്തല സൗകര്യം ഒരുക്കലും അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഒരു MP എന്ന രൂപത്തിൽ അദ്ദേഹം എന്ത് ചെയ്യണമായിരുന്നോ അത് മുഴുവൻ ചെയ്തിരിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഫണ്ട് വിനിയോഗിച്ച് ഓരോ മേഖലയും എടുത്ത് പരിശോധിച്ചാൽ നാടിൻ്റെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ വികാസത്തിന് വേണ്ടി വഴിയൊരുക്കുന്ന വൈവിധ്യങ്ങളായ പദ്ധതികളായിട്ടായിരുന്നു അദ്ദേഹം അതിന് ഫണ്ട് കൊടുത്ത് അത് വിനിയോഗിച്ചതും. ഒന്നും പാഴായില്ല. അപ്പോൾ ആ രംഗത്ത് അദ്ദേഹത്തിൻ്റെ 5 വർഷക്കാലം ചെയ്ത പ്രവർത്തനങ്ങൾ ഏറെ അഭിമാനത്തോടെയും ആഹ്ലാദത്തോടെയും ആവേശത്തോടെയും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ചരിത്രപ്രധാനമായൊരു രേഖയാണ് ഈ പ്രസ് ക്ലബിൽ ഇന്ന് പ്രകാശനം ചെയ്തത്. ഇത് ഇലക്ഷൻ സ്റ്റണ്ടല്ല,
മറ്റ് പ്രചരണത്തിന് വേണ്ടിയുള്ളതല്ല, ചെയ്ത പ്രവർത്തനങ്ങളുടെ സാക്ഷ്യപത്രമാണ് ആധികാരികമായ രേഖ. നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പറയുന്നതായ VB ബിനു നിങ്ങൾ സംസാരിക്കും. ബഹുമാന്യനായ അധ്യക്ഷൻ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി MP, മന്ത്രിമാരായ സഖാവ് VN വാസവൻ, ശ്രീ റോഷി അഗസ്റ്റിൻ അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, കോട്ടയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പിക്കുന്നതാണ് ആദ്യം മുതലുള്ള പ്രവർത്തനത്തിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ നമുക്കെല്ലാം ബോധ്യപ്പെടുത്തുന്നത് എന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. അതിൽ 5 വർഷക്കാലം ഇന്ത്യൻ പാർലമെന്റിൽ കോട്ടയത്തെ ജനങ്ങൾക്ക് അഭിമാനകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു പാർലമെന്റ് മെമ്പർ കൂടിയായ ശ്രീ തോമസ് ചാഴിക്കാടനെ നമ്മുടെ സ്ഥാനാർത്ഥിയായി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ വികസന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മുന്തിയ പ്രാധാന്യത്തോടുകൂടി നമുക്ക് അഭിമാനകരമായ നിലയിൽ ഓരോ മേഖലയിലും വികസന രംഗത്തെ അദ്ദേഹത്തിന്റെ ഇടപെടലുകളാണ് വിജയം ഉറപ്പിക്കുന്നത് എന്നുള്ള വ്യക്തമായ സൂചനയാണ് ഈ രേഖയിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം ഒരു പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലയിൽ കോട്ടയം പോലെ ഒരു ജില്ലയ്ക്ക് മതന്യൂനപക്ഷങ്ങളെ രാജ്യവ്യാപകമായി ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ ശക്തമായ ഒരു പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലയിൽ ഇടപെടാനും മണിപ്പൂരിൽ ഈ സംഘർഷം നടന്നിടത്ത് ഓടിയെത്താനും എല്ലാം ശ്രമിച്ച നമ്മുടെ പാർലമെന്റ് മെമ്പർ തോമസ് ചാഴിക്കാടനാണ് ഇത്തവണ നമ്മുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ സാധാരണക്കാരനും പാവപ്പെട്ടവനും കൃഷിക്കാരനും വേണ്ടി എടുത്ത നടപടികൾ നമ്മുടെ വിജയം ഉറപ്പിക്കും എന്നുള്ള യാതൊരു തർക്കവുമില്ല. തീർച്ചയായും ശ്രീ തോമസ് ചാഴിക്കാടൻ അദ്ദേഹത്തിന്റെ വികസന രംഗത്തെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ റെയിൽവേയുടെ ആണെങ്കിലും പാസ്പോർട്ട് ഓഫീസിന്റെ ആണെങ്കിലും കേന്ദ്ര പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തനായ ഒരു വക്താവ് എന്ന നിലയിൽ കേരളത്തിനും രാജ്യത്തിനും അഭിമാനകരമായ പ്രവർത്തനം കാഴ്ചവെച്ച നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഏറ്റവും വിനയാന്വിതനായ ഒരു സ്ഥാനാർത്ഥി, എല്ലാവർക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന, പൊതുസമൂഹമാകെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന, നമ്മുടെ മലയാളികൾക്കും പ്രത്യേകിച്ച് കോട്ടയംകാർക്ക് അക്ഷരനഗരിക്ക് എപ്പോഴും എടുത്തു പറയാൻ കഴിയുന്ന ഒരു പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ നമുക്കിത്തവണ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടി എന്നുള്ള ഏറ്റവും കൂടുതൽ സന്തോഷം കൂടി നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനായ മന്ത്രി റോഷി അഗസ്റ്റിൻ സംസാരിക്കും. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ ജോസ് കെ മാണി MP, സ്നേഹം നിറഞ്ഞ വാസവ മിനിസ്റ്റർ ശ്രീ ബിനു, വേദിയിൽ പോസ്റ്ററായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, വളരെയേറെ സന്തോഷമുണ്ട്. ഇന്നേ ദിവസം ശ്രീ തോമസ് ചാഴികാടൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ ഒരു വികസന രേഖ ബഹുമാന്യനായ വാസവ മിനിസ്റ്ററുടെ പ്രകാശനം ചെയ്തു. ഞാൻ പാർട്ടി ചെയർമാൻ സംസാരിച്ചപ്പോൾ ശ്രദ്ധിച്ചത് ഒരു വ്യക്തിയുടെ പാർലമെൻ്ററി പ്രവർത്തനത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ദിനമാണിന്ന്. വാസവ മിനിസ്റ്റർ അതിന് അടിവരയിടുകയും ചെയ്തു. തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ മുൻപിൽ എന്താണ് ഒരു MP എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പ്രോഗ്രസ് കാർഡ് ഇൻ ദ
ചർച്ചയ്ക്കെടുക്കത്തക്ക വിധത്തിൽ ജനങ്ങളുടെ കയ്യിൽ എത്തിക്കുക, ആക്ഷേപങ്ങളില്ലാതെ ആരോപണങ്ങളേൽക്കാതെ കൃത്യതയോടുകൂടി തൻ്റെ പാർലമെൻ്ററി പ്രവർത്തനങ്ങളിൽ നടത്തിയ വസ്തുതാപരമായ യാഥാർത്ഥ്യം തുറന്ന് അവതരിപ്പിക്കുന്ന ഒരു രേഖയായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. ഇത് നമുക്ക് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശ്രീ തോമസ് ചാഴികാടൻ വീണ്ടും സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് മത്സരിക്കുവാൻ അംഗീകാരം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്ന കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ സുതാര്യമായ ഒരു കാഴ്ചപ്പാട് ജനസമക്ഷം തുറന്നു കാണിക്കാൻ കഴിയുന്ന സന്ദർഭമാണ് തീർച്ചയായിട്ടും അഭിമാനകരം. അതിനിവിടെ വഴിയൊരുക്കിയിരിക്കുന്നു ഈ നാടിൻ്റെ വികസന കാര്യങ്ങൾ. അതോടൊപ്പം പാർലമെൻറ്റ് ജനാധിപത്യത്തിൽ നമ്മുടെ ജനകീയമായ കാഴ്ചപ്പാടുകൾക്ക് മതേതര സങ്കല്പങ്ങൾക്കൊക്കെ വലിയ തോതിൽ പ്രാധാന്യമർഹിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഏറെ സന്തോഷകരം. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും അഭിമാനം തോന്നുന്നു. എല്ലാവിധ ആശംസകളും നേരട്ടെ. നന്ദി. സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ നമ്മോട് സംസാരിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ ചെയർമാൻ ബഹുമാനായ ശ്രീ ജോസ് കെ മാണി എം പി, ഈ വികസന രേഖ ഇവിടെ പ്രകാശനം ചെയ്ത ആദരണീയനായ കേരളത്തിൻ്റെ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി, കോട്ടയത്തിൻ്റെ മന്ത്രി ശ്രീ വി എൻ വാസവൻ അവറുകൾ, വികസന രേഖ സ്വീകരിച്ച അഡ്വക്കേറ്റ് പി ബി ബിനു സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി, ബഹുമാന്യനായ മന്ത്രി റോഷി അഗസ്റ്റിൻ, സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ എ വി റസൽ, പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ വി ബിന്ദു, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, അത്യന്തം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുക. 5 വർഷക്കാലം കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി പാർലമെൻറ്റിൽ ചെന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, ഈ നാടിൻ്റെ പൊതുവായ വികസനത്തിന് ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ ചെയ്യാൻ കഴിഞ്ഞ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്ത വികസന രേഖ. ഞാൻ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് റെയിൽവേയുടെ വികസന കാര്യത്തിൽ ഏതാണ്ട് 946 കോടി രൂപയുടെ വികസനം, അത് പാത ഇരട്ടിപ്പിക്കലിൻ്റെ കാര്യമായിരുന്നാലും സ്റ്റേഷനുകളുടെ നവീകരണമായിരുന്നാലും വിവിധ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഒക്കെ വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഒരു പരിധിവരെ അതിൻ്റെ അംഗീകാരം കൂടിയായി ഞാൻ കാണുന്നു. ഇന്നലെ പത്രങ്ങളിലൊക്കെ വന്ന ഒരു കാര്യമുണ്ട്. രാജ്യത്തെ 150 റെയിൽവേ സ്റ്റേഷനുകളിൽ വൃത്തിയും മികവുമുള്ള ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്റ്റേഷനുകളുടെ ലിസ്റ്റ് അതിൽ കോട്ടയവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. നല്ല ഭക്ഷണം കഴിക്കാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കഴിയും എന്ന് മറ്റാരുമല്ല FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സർട്ടിഫൈ ചെയ്ത ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. റെയിൽവേയുടെ കാര്യത്തിൽ അത്തരത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ നൽകുന്ന
മറ്റൊരു മേഖലയാണ് ഗ്രാമീണ റോഡുകളുടെ വികസന ഫണ്ട്. PMGSY എന്ന് പറയുന്ന പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ഒരു സൈറ്റിൽ രാജ്യത്തെ മുഴുവൻ റോഡുകളെയും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ നിന്ന് അതാത് പ്രദേശത്തെ MP-മാർക്ക് തിരഞ്ഞെടുക്കാവുന്ന റോഡുകളുണ്ട്. അങ്ങനെ തിരഞ്ഞെടുത്ത 92 കിലോമീറ്റർ റോഡുകളാണ് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ലഭിച്ചത്. ശരാശരി 70 കിലോമീറ്റർ ആയിരുന്നു കിട്ടേണ്ടിരുന്നത്. 1425 കിലോമീറ്റർ റോഡാണ് കേരളത്തിനാകെ അനുവദിച്ചത്. ശരാശരി 20 MP-മാർക്കായി വീതിച്ചാൽ അത് 70 കിലോമീറ്റർ 71 കിലോമീറ്റർ താഴെ വരുള്ളൂ. ആ സ്ഥാനത്ത് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ 92 കിലോമീറ്റർ, ഏതാണ്ട് 35% ശരാശരിയേക്കാൾ കൂടുതൽ ലഭ്യമാക്കാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. MP ഫണ്ടിൻ്റെ വിനിയോഗത്തിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. വിനിയോഗം നടത്തിയത് എങ്ങനെയാണെന്ന് കൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. 282 പ്രോജക്റ്റുകൾ 25,000 രൂപ മുതൽ 34 ലക്ഷം വരെയുള്ള വിവിധ പ്രോജക്റ്റുകളാണ്. പലപ്പോഴും വലിയ പ്രോജക്റ്റുകൾ 1.5 കോടി 2 കോടിയുടെയൊക്കെ പ്രോജക്റ്റുകൾ എടുത്താൽ അതിന് ഫോളോ അപ്പ് നടത്താൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇക്വിറ്റബിളായി എല്ലാ പ്രദേശത്തിനും എല്ലാ ജനങ്ങൾക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി 18 മേഖലയിലുള്ള വ്യത്യസ്തങ്ങളായ പ്രോജക്റ്റുകളാണ് തിരഞ്ഞെടുത്തത്. അതിൽ വളരെ ചെറിയ പ്രോജക്റ്റുകളുണ്ട്. ഏറ്റവും കൂടിയ വലിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത് 34 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ്. അതൊരു പട്ടികജാതി പട്ടികവർഗ കോളനിയിലെ കുടിവെള്ള പദ്ധതിയായിരുന്നു. ഇത്തരത്തിൽ ജനോപകാരപ്രദമായ രീതിയിലാണ് ഫണ്ട് വിനിയോഗവും വികസന പ്രവർത്തനവും നടത്തിയിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, രാജ്യത്താകെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കായി കേന്ദ്ര ഗവൺമെൻറ് 10,000 കോടി രൂപ ചെലവഴിക്കുന്നുണ്ട്. കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ അത് പൂർണ്ണമായും മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകി. അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടയം, എറണാകുളം ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. 12 ക്യാമ്പുകൾ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ നടന്നു. ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായി മറ്റൊരു ക്യാമ്പ് നീർപ്പാറയിലെ ഡെഫ് ആൻഡ് ഡംബ് കുട്ടികൾക്കുള്ള സ്കൂളിൽ വെച്ച് 5 ദിവസങ്ങളിലായി നടത്തി. ഏതാണ്ട് 200-ലധികം ഭിന്നശേഷിക്കാരായ ചെവി കേൾക്കാൻ കഴിയാത്തവർ അതിൽ പങ്കെടുത്തു. 1600-ലധികം ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തപ്പോൾ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആഗ്രഹിച്ച മുഴുവൻ ആളുകൾക്കും ലഭിച്ചു എന്നത് എൻ്റെ ജീവിതത്തിലെ, പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്തെ ഏറ്റവും വലിയ സായുജ്യം നൽകിയ ഒരു കാര്യമായി ഞാൻ കാണുകയാണ്. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ പാർലമെൻറ്റിനകത്തും പുറത്തുമുള്ള ഇടപെടലുകൾ, പ്രത്യേകിച്ച് രാജ്യത്താകെ നടക്കുന്ന വർഗീയ ഫാസിസ്റ്റ് പ്രവർത്തന രീതിക്കെതിരെ, മണിപ്പൂരിൽ നടന്ന വംശഹത്യക്കെതിരെ ഒക്കെ പാർലമെൻറ്റിൽ ശബ്ദിച്ചപ്പോൾ അത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടമായി ഞാൻ കാണുകയാണ്. റബ്ബർ കർഷകർക്കായി 4 തവണ സബ്മിഷനുകൾ അവതരിപ്പിച്ച ചരിത്രമാണ് എനിക്കുള്ളത്. റബ്ബർ കർഷകരെ ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ട ചുമതല കേന്ദ്ര സർക്കാരിനുണ്ടെങ്കിലും ഇന്നും അത് നിർവഹിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ഇന്നലെ റബ്ബർ ബോർഡിൻ്റെ ചെയർമാൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും കേരളം നടപ്പാക്കുന്ന റബ്ബർ വിലസ്ഥിരത ഫണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കൊണ്ടുവരണമെന്ന്. കേരളം 150,000 ബഹുമാന്യായ മാണിസാർ കൊണ്ടുവന്നത്. പിന്നീടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 170 ഇപ്പോൾ 180 വർദ്ധിപ്പിച്ചു. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി തവണ
പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ അഭിമാനമുണ്ട്. ഇത്തരത്തിൽ ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ വികസന രംഗത്തും പാർലമെൻ്ററി പ്രവർത്തനങ്ങളിലെ ഇടപെടലിലും സേവന രംഗത്തും നിരവധിയായ കാര്യങ്ങൾ ചെയ്ത ശേഷമാണ് അതിൻ്റെ അംഗീകാരമാണ് എന്ന് ഞാൻ കരുതുന്നു. പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വീണ്ടും കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ എന്നോട് നിർദ്ദേശിച്ചത്. അത് സ്വീകരിച്ചു. ഇന്ന് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനകീയ പ്രതിനിധിയായി മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹായമുണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമുക്ക് ഈ സമ്മേളനം അവസാനിപ്പിക്കാം.